Hello all, welcome to my video. Yes, it's an informative pets related video. Please ഹായ് watch. ആൾ വെൽക്കം ടു മൈ വീഡിയോ. ഇന്നത്തെ ഒരു വീഡിയോ പെറ്റ്സ് റിലേറ്റഡ് ആയിട്ടാണ്. ഞാനിപ്പോൾ കടന്നു പോകുന്ന ഒരു കാര്യവും കൂടിയാണ്. നമ്മുടെ ഡോഗ്സ് ഫീമെയിൽ ഡോഗ്സ് വെച്ചേക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വലിയൊരു ഇൻഫോർമേഷൻ വീഡിയോയും കൂടിയാണിത്. എൻ്റെ ഡോഗ് ഇപ്പോൾ കൺസീവാണ്. കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, ഈവൻ എനിക്ക് പോലും ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഡോഗ് പ്രഗ്നൻ്റ് ആവുന്നത് എങ്ങനെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ ഹീറ്റ് തൊട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഡോഗ് ഹീറ്റാവുന്നത് ഇവരുടെ ഒരു ഏജിൽ ഒരു 6-7-8 months ഒക്കെ ആകുമ്പോൾ, പപ്പി ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ തന്നെ അതാണ് ഇവരുടെ ഫസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ആ ഹീറ്റിൽ ഒരിക്കലും മേറ്റ് ചെയ്യാൻ പാടില്ല. അത് ഒരു എന്താ പറയുക, അത് മെച്ചുവറായി എന്നുള്ള ഒരു ഇത് മാത്രമാണ്. അതിനകത്ത് നമ്മൾ മേറ്റ് ചെയ്യുന്നത് ശരിയല്ല, കാരണം അത് പപ്പി സ്റ്റേജിലാണ്. സെക്കൻഡ് ഹീറ്റ് അല്ലെങ്കിൽ തേർഡ് ഹീറ്റ്, അതായത് ഒരു 1.5 വയസ്സ് ആ ഒരു ടൈമിൽ വരുന്ന ഹീറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മേറ്റ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അതും EVC അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ, ഈ ലെവൽസ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ മേറ്റിംഗ് ഡേറ്റ് കിട്ടും. ഇനി എങ്ങനെയാണ് ഹീറ്റ് ആവുന്നതെന്നും കൂടി പറഞ്ഞുതരാം. ഇവർക്ക് ബ്ലീഡിങ് വരും, ബ്ലഡ് വരും ഇവരുടെ യൂട്രസ് വജൈനയുടെ അവിടെ. ചില ഡോഗ്സിന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്. ചില ഡോഗ്സിന് ഹീറ്റായി വന്നാൽ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ്. കുറേയൊക്കെ സൈലൻറ്റ് ഹീറ്റായിരിക്കും, ചിലത് ഫോൾഡ് ഹീറ്റായിരിക്കും, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ളതിന് നമുക്ക് ബ്ലഡ് വരുന്നുണ്ടാവും. ബ്ലഡ് ഏകദേശം ഒരു 8-9 ചിലപ്പോൾ 10 days വരെ ഓൾമോസ്റ്റ് എല്ലാ ഡോഗ്സിനും കറക്റ്റായിട്ട് റെഗുലറായിട്ട് ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടാവും. മോർ ദാൻ ദാറ്റ് വരാറുണ്ട്. ജർമ്മൻ ഷെപ്പേർഡ് മെൽനോയ്സ് എന്ന് പറയുന്ന ബ്രീഡ്സിനൊക്കെ കൂടുതൽ 18 days വരെ എക്സ്റ്റെൻഡ്, അതിന് എബോ വരുന്ന ഡോഗ്സ് പോലും നമ്മുടെ ഒരു ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം യൂഷ്വലി വരുന്നത് 10 days വരെയാണ് ആ ബ്ലീഡിങ് സ്റ്റേജ് വരുന്നത്. ഓരോ ദിവസം പോകുന്നതോറും ഇതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ അളവിലും കളറിലും ചേഞ്ചസ് ഉണ്ടാവും. ഒരുപാടൊന്നും ഇങ്ങനെ ഒലിച്ച് വരത്തില്ല. നമ്മുടെ ഈ കേജിൽ നമുക്ക് കാണുമ്പോൾ ഇവർ ചാടുമ്പോൾ ഒക്കെ അവിടെ ആയിട്ടൊക്കെ ഡ്രോപ്സ് വരും. പിന്നെ മെയിൽ ഡോഗ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അത് ഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. വജേന കുറച്ച് വീർത്തായിരിക്കും ഇരിക്കുന്നത് എപ്പോഴത്തേനെക്കാട്ടിലും ഈ ഹീറ്റിംഗ് ടൈമിൽ. പിന്നെ അതിനകത്ത് നിങ്ങളൊരു 5-6 days ആകുമ്പോൾ തന്നെ മേറ്റ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലുള്ള അടുത്തുള്ള വെറ്റിനറിയിൽ പോയിട്ട് ബ്ലഡും കൊടുത്ത്, അല്ലെങ്കിൽ അവർ തന്നെ ബഡ്സ് വെച്ചിട്ട് നോക്കും. പ്രൊജസ്ട്രോണും ഉണ്ട്, EVC ടെസ്റ്റും ഉണ്ട്. ഈ 2 ടെസ്റ്റിലും അവരൊരു ഡേറ്റ് തരും. ഇപ്പം നമ്മുടെ ഹോർമോൺ ലെവൽ നോക്കിയിട്ട് എപ്പോഴും അവർക്ക് മേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഡേറ്റ് തരും, ഏത് ബ്രീഡാണെങ്കിലും. എന്നിട്ട് നിങ്ങൾ തന്നെ നല്ലൊരു മെയിൽ ഡോഗിനെ ഒന്ന് കണ്ടെത്തി വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് പ്രൊജസ്ട്രോണിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ദിവസത്തിൽ നമുക്ക് അവരെ മീറ്റ് ചെയ്യാന്നുള്ള ഡോക്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 ദിവസം 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമായിട്ട് ഇവരെ മീറ്റ് ചെയ്യാൻ പറ്റും. അത് സെയിം മെയിലിൽ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള മെയിലിനെ തന്നെ ചൂസ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, യൂഷ്വലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള മെയിലിനെ കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇപ്പം കൂടുതലും എന്താ പറയുക, ഇമ്പോ ഡോഗ്സും ചാമ്പ്യൻ ഡോഗ്സിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ഡോഗിന്. പിന്നെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി തന്നെ മേറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ ഒരിക്കലും ക്യാഷ് മേറ്റിന് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. പപ്പി കണ്ടീഷന് കുറേ പേരുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലത് നേരത്തെ തന്നെ നിങ്ങൾ മെയിലിനെയും പോയി കണ്ട് ഇതാവുക. ലാസ്റ്റ് പെട്ടെന്ന് പോയിട്ട് ആ ഡേറ്റിൽ നിങ്ങൾക്ക് അന്ന് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു മെയിൽ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. അതൊരു നിങ്ങൾക്കൊരു പിന്നെ ഒരു 4-5 months കഴിഞ്ഞിട്ട് അടുത്ത ഹീറ്റ് ആവത്തുള്ളൂ. സോ അതൊരു തടസ്സമായി മാറും. അതുകൊണ്ട് തന്നെ പോയി മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 അല്ലെങ്കിൽ ഒരു 3 മീറ്റിങ്ങിനെങ്കിലും വിടാൻ ഒരു പ്രശ്നവുമില്ല. അതും നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു വെക്കുക. കാരണം വേറെ മീറ്റിംഗ് അവർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഡേറ്റിന് നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് ഇവർ അടച്ചിടും, അല്ലെങ്കിൽ കെട്ടി മുറുകി അങ്ങനെ അനങ്ങാൻ പറ്റാത്ത രീതിയിലിടും. അങ്ങനെ ചെയ്യരുത്, അതൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷേ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇപ്പോൾ സ്റ്റെപ്പൊക്കെ കയറുക, അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഡോഗ്സ് നമ്മൾ ചിലപ്പോൾ കേജ് തുറക്കുമ്പം വല്ലാണ്ടൊരു എനർജിയിൽ ഇവർ ഓടുകയൊക്കെ ചെയ്യും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് മൈൻഡ് ആക്കരുത്. ഇതൊരു ടിപ്പും കൂടിയാണ്, മൈൻഡ് ആക്കരുത്. അവരെങ്ങനെ നടക്കട്ടെ എന്നാലും നമ്മളത് മിണ്ടാണ്ടിരിക്കുക, ഒന്നും അറിയാത്ത പോലെ കൂടൊക്കെ തുറന്നിട്ട് നമ്മൾ പോവുക. ഇങ്ങനെ ഉപദ്രവിക്കുക, ഇങ്ങനെ കെട്ടിയിടുക. അവരങ്ങനെ മെൻ്റലി എന്താ പറയുക, നെഗറ്റീവ് ആക്കരുത്. അവരെ എപ്പോഴും പോസിറ്റീവ് ആൻഡ് കാമായിട്ട് തന്നെ ഇരിക്കുക. കാരണം
അവർക്ക് അറിയില്ലല്ലോ, അവരെ സംബന്ധിച്ചാൽ അവരുടെ ഓണർ, അവരുടെ വേൾഡ് എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പം ഡോഗിനെ അതിനെപ്പോലെ കെയർ ചെയ്യാണ് ചെയ്യേണ്ടത്. ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കെട്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല നല്ല ഫുഡുകൾ കൊടുക്കുക, മെഡിസിൻസ് കൊടുക്കുക, ലൈക്ക് വൈറ്റമിൻ സിറപ്പ് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാൽഷ്യം കൊടുക്കാം. അപ്പോൾ ഇത് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എല്ലാം ഒരുമിച്ച് കൊടുക്കരുത്. ഒരു ദിവസം വിട്ട് വേണം മെഡിസിൻസ് കൊടുക്കാൻ. മേറ്റിംഗ് ആണെങ്കിലും 3 മേറ്റിംഗ് ആണെങ്കിലും 2 മേറ്റിങ്ങൾ ഒന്നട വിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡോഗിനെ മാക്സിമം അങ്ങനെ ഓടാനോ ചാടാനായിട്ട് വിടാതെ നമ്മൾ എപ്പോഴും നോർമലായിട്ട് ഡോഗിനെ അധികം എന്നുവെച്ചാൽ നമ്മൾ കെയർ ചെയ്യണം. പക്ഷേ ഇവർ കളിക്കുന്ന ഇതിനെ നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ചിലപ്പം ബോളൊക്കെ ക്രേസുള്ള ഡോഗായിരിക്കും, അപ്പോൾ വല്ലാണ്ടൊക്കെ ഇവർ ഓടും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവരായിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഒരുപാട് അഡീഷണൽ മെഡിസിൻ കൊടുക്കണ്ട. യൂഷ്വലി എന്ത് ഫുഡാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ഫുഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. മെഡിസിൻ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, നിങ്ങൾക്കത് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സിറപ്പ്, നിങ്ങൾക്ക് കോട്ട് കണ്ടീഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫിഷ് ഓയിൽസ് അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് ലൈക്ക് മുട്ട, ചിക്കൻ, ബീഫ് ആണെങ്കിലും എന്താണെങ്കിലും നല്ലത്. ഒരുപാട് കുറേ ആൾക്കാർ വേസ്റ്റൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഷവർമയുടെ കട്ട് വേസ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്. പക്ഷേ ഉള്ളതിൽ മാക്സിമം നന്നായിട്ട് കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രൈ ഫുഡ്സ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. പിന്നെ ഫുഡിൽ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് മെഡിസിനും കൂടി കൊടുക്കുമ്പോൾ അതൊരു ലെവലായിക്കോളും. പിന്നെ ഒരുപാട് ഫുഡ് കുത്തി നിറച്ച് കൊടുക്കരുത്. എല്ലാവരും വിചാരിക്കും ഓരോ വീഡിയോസും ഓരോന്ന് കാണുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആവും, ലൈക്ക് അതുപോലത്തെ ഒരു പപ്പി ഇതിൽ വേണമെന്നുള്ളത്. പക്ഷേ അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വയറ് ഫില്ലായി കഴിഞ്ഞാൽ അത് അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ്, ചിലപ്പം പല റിസ്ക് പ്രോബ്ലംസിൽ വരാൻ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവർക്ക് പറ്റുന്ന രീതിയിലുള്ള അവർ കഴിക്കുന്ന ക്വാണ്ടിറ്റിക്കുള്ള ഫുഡുകൾ മാത്രം കൊടുക്കുക. ഇവർക്കൊരു ഫുഡിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അത് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലല്ല, ഒരു 40-45 ഡേയ്സിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു 30 ഡേയ്സിന് ശേഷമൊക്കെ ആയിരിക്കും നിങ്ങൾ കുറച്ചും കൂടി ഫുഡ് ഇവർ കഴിക്കുക. ഇപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ലേസിനെസ് വേണം. പിന്നെ സിംറ്റംസ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് വൊമിറ്റിങ്. പിന്നെ വൊമിറ്റിങ് ഒരു 2 വീക്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവും. പിന്നെ കുറച്ച് ടയർഡ്നെസ് ആയിരിക്കും. എന്താ പറയുക, നമുക്ക് വയറിൻ്റെ അവിടെ ഒരു ചേഞ്ചസ് വരും. വയറിൻ്റെ അവിടെ ചെറിയൊരു കുടവയറ് പോലെയൊക്കെ വരും. നിപ്പിൾസിൻ്റെ അവിടെ ശരിക്കും ഒരു എക്സാമ്പിൾ കാണിച്ചാൽ, ഇപ്പോൾ ഇതാണ് അവരുടെ ഒരു നിപ്പിൾ സൈസ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഇത്രയും ഒരു എൻലാർജ്മെൻറ്റ് അവിടെ ഉണ്ടാവും. ആ സമയത്ത് കുറച്ചും കൂടി ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും. ഒരു റെഡിഷ് ടൈപ്പ് ആയിരിക്കും. ആ ഒരു പോർഷൻ വന്നിട്ട് ഒരു ജെല്ലി ടൈപ്പ് പോലെ ആയിരിക്കും അവർക്ക് അങ്ങനെ വരുന്നത്. പിന്നീടാണ് അവിടെ കുറച്ചൊന്ന് ഫാറ്റായി വരുന്നത്. ബേബീസ് ഓരോന്നും വളരുന്നതോറുമാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പപ്പീസിന് ഇത്തരം ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. സോ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇവരുടെ വയറിനൊരു ചെറിയൊരു തൂക്കം ഉണ്ടാകും. നിപ്പിൾസ് കുറച്ച് റെഡിഷ് അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് പിങ്കിഷ് ആയിട്ട് കുറച്ചും കൂടി അതിൻ്റെ സൈസിൽ കുറച്ച് എൻലാർജ്മെൻറ്റ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഒരു 30-35 ഡേയ്സൊക്കെ ആകുമ്പം ചില ഡോഗ്സിന് ഈ വൊമിറ്റിംഗ് നമുക്കൊരു സിംറ്റമായിട്ട് കൂട്ടാം. ചില ഡോഗ്സിന് നമുക്ക് വെജിനയിലൂടെ ഒരു വൈറ്റ് ഡിസ്കർ ലൈക്ക് ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറിൽ വരാറുണ്ട്. 1-2 ദിവസം ഉണ്ടാകത്തുള്ളൂ. അത് നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. ചില ഡോഗ്സിന് ഇതൊന്നും കാണത്തില്ല, അവർക്ക് വേറെ ക്ഷീണവും തളർച്ചയും മാത്രമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇങ്ങനെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കുറേ ഡോഗ്സിന് സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതുപോലെ ചിലത് ഒറിജിനലുമായിരിക്കും. അപ്പോൾ അത് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കാണ് കാണുന്നുണ്ടെങ്കിൽ ഒരു 30 ഡേയ്സാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഒരു 30 ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി സ്കാൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് എമൗണ്ട് ഒന്നും ആകത്തില്ല. പോയി സ്കാൻ ചെയ്യാൻ ഒരു എന്താ പറയുക, ഒരു 600-നകത്ത് ആ ഒരു 700 ആ ഒരു റേഞ്ചൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ ഓരോന്നാണ് ആ റേഞ്ച് വരത്തുള്ളൂ. പിന്നെ ഒരു 45 ഡേയ്സ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റേ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ വളർച്ച എത്രയാണ്, ഇപ്പോൾ ഒരു ആവറേജ് ഒരു പപ്പീസ് എത്ര ഉണ്ടാവും എന്നുള്ളതും അറിയാൻ പറ്റും. എക്സാക്റ്റ് അല്ല, പക്ഷേ സ്റ്റിൽ. കാരണം നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് സ്യൂഡോ ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, പക്ഷേ ക്ഷീണവും തളർച്ചയും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പപ്പി ഉണ്ടാവുള്ളൂ, അപ്പോൾ വയറിന് വലിയ വ്യത്യാസമില്ല. അങ്ങനെയൊക്കെ പല ഇതുണ്ടാവും. അപ്പോൾ ഇതിന് ഏറ്റവും ബെറ്റർ സ്കാനിങ് തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. വെറുതെ പിന്നെ കുളിപ്പിക്കുന്ന കാര്യം, ഈ മേറ്റിംഗ് ടൈമിൽ മേറ്റിങ്ങിന് മുമ്പായിട്ട് നിങ്ങൾ കുളിപ്പിക്കുക. അതിനുശേഷം ഞാൻ പ്രിഫർ ചെയ്യുന്നത് മേറ്റിംഗ് കഴിഞ്ഞിട്ടൊരു 10 ഡേയ്സ് എങ്കിലും
കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കുക. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അതെങ്ങനെ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ റൊട്ടീൻ പോലെ വീക്ക്ലി വൺസ് ആണ് 10 ദിവസം കൂടുമ്പോഴാണ് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് നിങ്ങൾ കുളിപ്പിക്കുകയെന്ന് വെച്ചാൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുളിപ്പിച്ചോളൂ, ഒരു പ്രശ്നമല്ല. ഇനിയിപ്പോൾ ഡോഗ് കൺസീവ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ്സ് നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രോട്ടീൻ അടങ്ങിയ നല്ല നല്ല ക്വാളിറ്റി ഫുഡ്, പ്രത്യേകിച്ച് ഡ്രൈ ഫുഡിൽ തന്നെ പപ്പിയുടെ മേടിച്ച് കൊടുക്കാൻ നോക്കണം. അഡൽട്ട് പപ്പി 2 കാറ്റഗറി ഉണ്ട്. അതിൽ പപ്പീസിൻ്റെതാകുമ്പോൾ കുറച്ചും കൂടി ന്യൂട്രീഷനും അവർക്ക് വേണ്ട എല്ലാം ബോഡിക്ക് വേണ്ടതും ഈ പപ്പീസിനും അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് അത് സപ്പോർട്ട് ചെയ്യും. അതിന് കുറേ നല്ല ബ്രാൻഡ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നതിനും കിട്ടാം. പക്ഷേ ഞാൻ ഓൾമോസ്റ്റ് എല്ലാവരും 70% ആൾക്കാരും ഇപ്പോൾ കുറേയൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റോയൽ ക്യാൻ ആണെങ്കിലും N&D ആണെങ്കിലും ഒരുപാട് ഫുഡ് ഇപ്പോൾ അതിനെ കൊണ്ടുവരുന്നുണ്ട്. നല്ല നിങ്ങളുടെ ഒരു ബഡ്ജറ്റിന് തക്കനെ നല്ല ഫുഡുകൾ അവർക്ക് കൊടുക്കുക. അത് ഡെലിവറി കഴിഞ്ഞാലും ആ ഡോഗിന് കൊടുക്കുക. പാലിന് വേണ്ടിയിട്ടൊക്കെ അത് നിങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതുപോലെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എന്നാലും ഒരു ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫസ്റ്റ് മീറ്റിംഗ് ഡേറ്റാണ് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ കരുതേണ്ടത്. ഈ മീറ്റിംഗ് ഡേയ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ആ ഡേറ്റ് മറന്നു പോകരുത്. ഒരു ഫോട്ടോ, വീഡിയോ അല്ലെങ്കിൽ ഒരു ക്യാലണ്ടറിലെങ്കിലും നോട്ട് ചെയ്തിടുക. ഈ ഡോഗ് ഡെലിവറി ആവുന്നത് 58 ദിവസം മുതൽ 63-64 ദിവസത്തിനകം വരെയും ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഡെലിവറി വരാം. പിന്നെ എപ്പോഴും ഇങ്ങനെ അടച്ചിടരുത് ഡോഗിനെ. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവരൊന്ന് നടത്താൻ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഒന്ന് തുറന്നു വിട്ടാൽ അവർ ലേസി ആയിട്ട് എവിടെയെങ്കിലും കിടക്കുകയായിരിക്കും. നിർബന്ധിക്കാണ്ട് ജസ്റ്റ് കാഷ്വലി അവരെവിടെയെങ്കിലും ഒരു ഹാഫ് ആൻ അവർ ഒന്ന് നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം സിസേറിയനിലോട്ട് പോകാണ്ടിരിക്കുക. അല്പം എക്സസൈസും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കത് പറ്റില്ല. ഫുഡിൽ നിന്ന് കിടക്കുകയാണെങ്കിൽ അവർക്ക് ഡെലിവറിക്കും പ്രോബ്ലമാണ്, ഡോഗിനും ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടായിരിക്കും. അപ്പോൾ വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക, ചെറിയ ചെറിയ വർക്കൗട്ടൊക്കെ കൊടുക്കാം. ഒരുപാട് ഭാരിച്ചത് കൊടുക്കരുത്, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ളത് ഒരു മയത്തിന് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഡെലിവറി ടൈം ആകുമ്പോഴത്തേക്ക് എപ്പോൾ വേണമെങ്കിലും ഡോഗിന് ഇതുവരെ അതിന് തന്നെ ഒന്ന് ബ്ലീഡിങ് വരും. അതിന് ശേഷം ഒരു 1 hour 1.5 മണിക്കൂറിനകത്ത് പപ്പീസ് വന്നു തുടങ്ങും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പം ഈ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, പപ്പീസിന് ചിലപ്പോൾ വയറ്റിനകത്ത് നല്ലോണം ഓവർ സൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ വജൈനയിൽ നിന്നും പപ്പീസ് പുറത്തേക്ക് വരാൻ വളരെ പാടുപെടും. ഒരു 5 പപ്പി, ഒരു എക്സാമ്പിൾ പറയാൻ, 5 പപ്പി ഒരു ഫീമെയിലിന് വയറ്റിനകത്തുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 2 പപ്പിക്ക് ചിലപ്പോൾ നല്ല ഹെവി ആയിരിക്കാം, ബാക്കിയുള്ളതൊക്കെ കുഞ്ഞു സൈസുകളും ആയിരിക്കാം. അപ്പോൾ ഈ ആദ്യത്തെ പപ്പി വരണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ട്. സോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ബ്രീഡറുമായിട്ട് ഒരു കോൺടാക്റ്റ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആയിരിക്കും. കാരണം മിഡ് നൈറ്റിലൊക്കെ ഇപ്പോൾ ഒരു നൈറ്റ് ഒരു 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഈ ഏർലി മോർണിംഗ് ഒരു 2 മണി 3 മണി അങ്ങനെയൊക്കെ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലൊക്കെ എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ 24 hours ചിലപ്പോൾ കാണില്ല. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു ബ്രീഡർ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ നമ്പർ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. ഡെലിവറി ഫസ്റ്റ് ഡോഗാണ്, ആദ്യമായിട്ട് ഡെലിവറി ആവുന്ന ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ലല്ലോ. അപ്പം നിങ്ങളും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. എല്ലാം വിത്ത് എക്സാമ്പിളും വീഡിയോസും എവിഡൻസും. അപ്പം അതൊക്കെ ഒന്ന് നേരത്തെ കൂട്ടി നിങ്ങൾ കണ്ടുവെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഡോഗ് എന്താ പറയുക, മണ്ണൊക്കെ മാന്തും. പിന്നെ ഇവർക്ക് എപ്പോഴും ഒരു വൃത്തിയായിട്ടുള്ളൊരു സ്ഥലം എപ്പോഴും വെക്കുക. മിൽക്ക് ഇൻഫെക്ഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവരുടെ അടിവയറിലൊക്കെ തറയിൽ തട്ടുമ്പോൾ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഇവരുടെ കേജിലാണെങ്കിലും പുറത്താണെങ്കിലും ചില ഡോഗ്സ് ചെളിയിലൊക്കെ പോയി കിടക്കും. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും അത് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും ആ പ്ലേസൊക്കെ ഒന്ന് ഡ്രൈ ആക്കുക. ചുമ്മാ ഇങ്ങനെ ചെളിയും നനവും പറ്റാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇൻഫെക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ പപ്പീസൊക്കെ ചിലപ്പം വെളിയിൽ വന്നിട്ട് ഈ പാൽ കുടിക്കുന്ന സമയത്ത് അത് നമുക്കൊരു പ്രശ്നമാവും, അവർ ഡെഡായി പോകാൻ വരെ ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചും കണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പീസ് നമുക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. ആൻഡ് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി പപ്പീസ് കെയർ എങ്ങനെ വേണം ഫ്രം ആ ഒരു ഡെലിവറി ടൈം തൊട്ട് വേണമെന്നുള്ളവർ അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയുള്ള വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുന്നതാണ്. ബൈ ഫ്രം കിരൺ റാസ്.